യോഹന്നാൻ 5:10. അതാണോ വചനം? അത് ആ ബെത്സേദയിലെ രോഗശാന്തിയെ കുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകിയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. സാബത്ത് ഈശോ നോക്കിയില്ല. സാബത്തിന് കിടക്ക ചുമക്കാൻ പാടില്ല. ചുമക്കാൻ പോയിട്ട് ഇത്ര കിലോമീറ്റർ അതിനൊക്കെ അളവും കാര്യങ്ങളുണ്ട്. അത് നമുക്ക് സാബത്തിൻ്റെ ഒരു ക്ലാസ്സിൽ. ഇവിടെ ഈശോ സാബത്തൊന്നും നോക്കിയില്ല. ഈശോയുടെ ശിഷ്യരും നോക്കരുത്. ഈശോ നോക്കിയില്ലെങ്കിൽ ഈശോയുടെ ശിഷ്യരും നോക്കരുത്. ഇത്രയേ ഉള്ളൂ. സാബത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു സാബത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കാനുള്ള, ഒരിടത്ത് ഇരുന്ന് ജോലിയൊന്നും ഇരിക്കാനുള്ളതല്ല. ഈശോ ജോലി ചെയ്തുകൊണ്ടിരുന്നത് സുവിശേഷ വേലയും ഒക്കെ ആയിട്ട് നടക്കേണ്ടതാണ് സാബത്ത് എന്ന് പറയുന്ന ശനിയാഴ്ച ദിവസം. അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വൺ ഡേ കൺവെൻഷൻ ഉള്ളത് ശനിയാഴ്ച ദിവസം. അത് ഈശോ ശനിയാഴ്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ രോഗശാന്തി ശുശ്രൂഷയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. എല്ലാ ക്രിസ്ത്യാനിയും എല്ലാ സുവിശേഷകരും ശനിയാഴ്ച ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ സാബത്തം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, ഈശോ ചെയ്തത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതാണ്. അപ്പോൾ രണ്ടാമത് യേശു ദൈവമാണെന്നുള്ളത് ആ യേശുവാണോ പറഞ്ഞത് അതോ യശയാണോ പറഞ്ഞത്? യശയ 9:6 വീരനാം ദൈവം എന്ന് പറയുന്നത് അറിയാലോ, വായിക്കണ്ട, അതിന് എല്ലാവർക്കും അറിയാം. വീരനാം ദൈവം, അവൻ വീരനാം ദൈവം എന്ന് വിളിക്കപ്പെടും. നമുക്കൊരു പുത്രൻ, അവൻ വീരനാം ദൈവമാണ് കാരണം അങ്ങനെ എല്ലാവരും ദൈവമെന്ന് ഭൂമിയിൽ വിളിക്കാൻ ഒരാളെ ദൈവം തന്നെ തരികയാണ്, ക്രിസ്തു. അവിടെ അത്രേ ഉള്ളൂ. എല്ലാ മനുഷ്യരും ദൈവമെന്ന് വിളിക്കാൻ ദൈവം തന്നെ ഒരു ജഡശരീരത്തെ തരുന്നു. ഇതാണ് യശയുടെ പ്രവചനത്തിൻ്റെ രീതി. അതാണ് ബ്രദർ. പിന്നെ ഈ ഏലേൽ ലമ സമക്താനി എന്ന് പറഞ്ഞിട്ട് യേശു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ബ്രദർ പറഞ്ഞല്ലോ. അത് നമ്മുടെ പുരോഹിത ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ വിഷയമല്ല എങ്കിലും ഈ ഇടയിൽ വന്ന ഇപ്പം നമ്മൾ ഈ വീഡിയോ തുടങ്ങി കഴിഞ്ഞപ്പോൾ ബ്രദറിന്റെ അടിയിൽ നമ്മൾ പേരിടുന്നത് ബ്രദർ ഷിയേൽ എന്നാണല്ലോ. അപ്പോൾ ആ ഷിയേൽ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഈ മാലാകമാരുടെ പേരുകൾ, അപ്പോൾ ഉറിയേൽ അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് പ്രധാനമായിട്ടും മാലാകമാരുടെ പേരുകൾ. അതുപോലെ ഏൽ എന്നുള്ളത് ദൈവം. അപ്പൊ ദൈവത്തോട് തുലനം ചെയ്തിട്ടാണോ ബ്രദർ ഷിയേൽ ദൈവത്തെ പോലെ ആകാൻ നോക്കിയാണോ? അതെ, അതായത് തന്നെത്താൻ ഉയർത്തി ദൈവത്തെ പോലെ ആയി. ആള് പറഞ്ഞൊരു വാക്ക് എനിക്ക്, നമ്മുടെ സ്നേഹിതനാണ്, അദ്ദേഹം സഭയിൽ നിൽക്കുന്നു, എന്നാൽ സഭയിലുള്ള തെറ്റുകൾ എന്താണ് ചോദ്യം? ചോദ്യം ഇതാണ്, അതായത് 1-2 പ്രവചനമൊക്കെ കഴിഞ്ഞപ്പോ ഇദ്ദേഹം ദൈവത്തോട് തുലനാക്കിയതിന്റെ രീതിയാവോ? പ്രവചനം ചിലതൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ എന്നെ അങ്ങ് ദൈവിക രീതിയാക്കി. ഇതൊരു വിഗ്രഹാരാധനയല്ലേ ബ്രദർ ഷിയേൽ എന്നുള്ളതൊരു വിഗ്രഹാരാധനയല്ലേ എന്നാണ് ചോദ്യം. ആ ചോദ്യം ഒരു കഴപ്പില്ലാത്ത ചോദ്യം. അതെങ്ങനെ വിഗ്രഹാരാധന? പേര് പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തുത്തരം പറയാനാണ്? അതെ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ സാമുവേലുണ്ട്. അതല്ല, അത് ശരി തന്നെ. എസെക്കിയേൽ, അതുകൊണ്ട് പിന്നെ നമുക്ക് ആ വിഷയത്തിലേക്ക് പേരും മറ്റേൻ്റെ കാര്യമാണ്. അത് ആർക്കെങ്കിലും ഇനി അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. ആ പുള്ളിയുടെ ചോദ്യം ഇപ്പോൾ കാണുന്നില്ല. ഇപ്പം നമ്മൾ ചുവന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന വിഗ്രഹാരാധനയല്ലയോ? ചുവന്ന ഡ്രസ്സിനോട് എന്താ? ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇതെടുത്തിട്ടു, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വിഗ്രഹാരാധന എന്താണെന്നുള്ളതിൻ്റെ ഇതെന്താണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്കറിയാം. ഏതാണ് ദ്രവ്യാഗ്രഹവും വിഗ്രഹാരാധനയും അവ തമ്മിലുള്ള വ്യത്യാസം, ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. പേര് മറ്റേതെന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥത്തിൽ SHIN ഷീൻ എന്ന് പറഞ്ഞാൽ എഴുത്തുന്നാണ്, ലെറ്റർ എന്നാണ്. അപ്പോൾ ഈ എബ്രായ ഭാഷയിൽ നമ്മൾ മലയാളം എഴുതുന്ന കണക്കല്ല, എബ്രായ ഭാഷ തിരിച്ചെഴുതുന്നത്. മലയാളം എഴുതുമ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ടല്ലേ, മറ്റേത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഷിന്നെ ഷോർട്ട് ചെയ്തതാണ് ഷീ എന്നുള്ളത്. ഷിൻ എന്ന് പറഞ്ഞാൽ എഴുത്താണ്. അപ്പോൾ ഷിൻ എൽ എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥം എൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഷിബു എന്നുള്ളതിനെ ഷീ ആക്കി, പക്ഷെ ഷിൻ എന്നുള്ളത് എഴുത്തുന്നതാണ്. ഏല് വരുമ്പോഴത്തേക്ക് 7 പേരിൻ്റെ ലാസ്റ്റാണ് വരുന്നതെങ്കിൽ ദൈവത്തിനും മുൻസ്ഥാനവും നമുക്ക് താഴെയുള്ള സ്ഥാനമാണ്. ദൈവത്തിൻ്റെ എഴുത്തെന്നുള്ള ഒരർത്ഥമാണ് അവിടെ വരുന്നത്. എബ്രായ രീതി വെച്ച് ദൈവം എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ജീസസ് വിഷൻ ഇട്ട പോലെ അത് എഴുതുന്ന ആൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ആ അർത്ഥത്തിൽ. അപ്പോൾ ഓരോ മനുഷ്യൻ ദൈവമായിട്ട് എടുക്കുന്ന തീരുമാനം, അതിപ്പോൾ വേറെ ആൾ നോക്കുമ്പോൾ
അതിൽ ഒരു കുറ്റമായിട്ട് അയാൾ തോന്നുന്നതെങ്കിൽ നമുക്ക് അത് നല്ല കാര്യമാണ്, കുഴപ്പമില്ല, അദ്ദേഹത്തിന് അങ്ങനെ തോന്നണം. അതെ, അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മുസ്ലിം മതത്തിൻ്റെ ഒരു വളർച്ചയുടെ പിന്നിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആ മുസ്ലിം മതത്തിലെ ഒരാൾ ഒരു കൊച്ചു കട ഇട്ട് കഴിഞ്ഞാൽ, ഡസ്റ്റിൻ ബ്രദർ പറ, ആ പേരുണ്ടാവും. ഒരു മുസ്ലിം ഒരു കൊച്ചു മുറുക്കാൻ കട ഇടുന്നത്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കൊച്ചു കട ഇട്ടാൽ കംപ്ലീറ്റ് ആ മതക്കാർ കംപ്ലീറ്റ് അവിടെ വരത്തുള്ളൂ. അവനെ മാക്സിമം ഉയർത്തിക്കൊണ്ട് വരും, അല്ലേ? ആ മുസ്ലിം മതത്തിൽ ഒരാൾ ഒരു നല്ലൊരു ഖുറാൻ ഓതുന്ന ഒരാളായി കഴിഞ്ഞാൽ, ഒരു പാട്ട് ഖുറാൻ പാടുന്ന ഒരാളായി കഴിഞ്ഞാൽ അവരങ്ങേറ്റം പ്രൊമോട്ട് ചെയ്യും. അതെ. ക്രിസ്ത്യാനികളെ നോക്ക്, അവനെ ചവിട്ടി താഴോട്ട് എങ്ങനെ അവനെ കുറ്റം കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ക്രിസ്ത്യ മതത്തിൻ്റെ ഒരു ആത്മാവ് അതാണ് അവർ ഒന്നിച്ചിരിക്കും. നമ്മുടേത് ഇപ്പം ഡസ്റ്റിൻ ബ്രദർ ഇവിടെ നല്ലൊരു ഫോട്ടോഗ്രാഫി കിട്ടോ, വന്ന് വിളിക്കുന്ന മൊത്തം ഹിന്ദുസും മറ്റ് ആൾക്കാരൊക്കെ ആയിരിക്കും വന്ന് വിളിക്കുന്നത്. ക്രിസ്ത്യാനിയോ സ്വന്തം ഈ വക ഇടയൊന്നും വന്ന് വിളിക്കത്തില്ല. അത് നമ്മുടെ ഒരു രീതി അങ്ങനെ ആയിപ്പോയി. ഇപ്പം നമുക്കറിയാം, ആത്മീയമായ ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പണ്ട് ഒരു കാലത്ത് കള്ളു കുടിച്ച് കിടന്നതല്ലേ, വളരെ നാട്ടുകാർക്കും പ്രശ്നമായി, കുടുംബത്തിലും വഴക്കായി ഒക്കെ നടന്ന, നിങ്ങളെല്ലാം അതെല്ലാം നിർത്തി ആത്മീയമായിട്ട് നിങ്ങൾ ബൈബിളും എടുത്ത് ജീവിക്കുമ്പോൾ അതിൽ സാധാരണ കൂട്ടുകാരെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം അതിന് പ്രോത്സാഹനം തന്നും സന്തോഷിക്കാം. പക്ഷെ നമ്മുടെ ഇതിൽ സന്തോഷിക്കത്തില്ല, നേരെ തിരിച്ചാ. നീ എന്താ പോണേ, നീ എങ്ങനെ അങ്ങനെ പോണേ, നമ്മുടെ ഇതിൽ വേറെ തൊഴിലില്ലൂടെ, അവർ അങ്ങനെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഗുരുവും കർത്താവായ യേശുക്രിസ്തു ഇവരുടെ ഇതിനേക്കാളൊക്കെ വലിയവനായത് കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അതിൻ്റെ വഴിക്ക് പോകും, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. അതാണ്. ഇപ്പം ഷിയേൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൂടെ ഉണ്ട്. ഈ ഷിബു ഏലായിൽ എന്നുള്ള, ഏലായിൽ എന്ന് പറയുമ്പോൾ പുനലൂരിലുള്ള ഒരു ഇതാണ്, ഒരു വാർഡാണ്. ഒരു വാർഡിൻ്റെ അകത്ത് ഏലായിൽ എന്ന് പറയുന്ന കുറച്ച് വീട്ടുകാരുണ്ട്. അതിൽ മുസ്ലിമുണ്ട്, ഹിന്ദുസുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്. ഇവരുടെ എല്ലാ വീട്ടുകാരും ഏലായിലാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബ പേര് അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഞാൻ അന്ന് 17ാമത്തെ വയസ്സിലല്ലയോ ഞാൻ വചനപ്രഭാഷകനായിട്ട് ഇറങ്ങുന്നത്. അന്നത്തെ സമയത്ത് ഈ പല ഷിബുകളും ഉണ്ടായിരുന്നു ഈ ഗ്രൂപ്പിൽ തന്നെ. അപ്പോൾ എന്നെ ഏലായിൽ ഷിബു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഏലായിലെ ഷിബു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ ഷിബു ഏലായിൽ ഈ 17ാമത്തെ വയസ്സിൽ ഞാൻ ഇട്ടതല്ല, ഈ മലയാറ്റൂർ പ്രവാചകൻ ഞാൻ ഇട്ടതല്ല. നാട്ടുകാർ വിളിച്ചത് അറിയപ്പെടാൻ വേണ്ടി, അവർ എന്നെ ഇന്ന ആളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരിട്ട ഒരു, ഞാൻ ഇന്നവരെ ഇട്ടിട്ടില്ല, സമ്മതിച്ചിട്ടില്ല, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ അതിട്ട് പോയാൽ എല്ലാവരും അറിയപ്പെടും. എൻ്റെ ഷിബു ഏലായിനേക്കാളും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മലയാറ്റൂർ പ്രവാചകൻ എന്നാണ്. അപ്പോൾ അത് വേണമെങ്കിൽ എനിക്ക് ബൂസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഈ ഷിയേൽ പോലും വേണ്ട, മലയാറ്റൂർ പ്രവാചകൻ ഇട്ടാൽ മതി. അത് കാരണം ജനങ്ങൾ എനിക്ക് തന്നതാണ്. അതെ. പക്ഷേ എന്നിട്ട് ഞാൻ എന്തിനാ പിന്നെ കുടുംബപ്പേര് ചുമക്കാനായിട്ട് നമുക്കൊരു താല്പര്യം തോന്നിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു കുടുംബമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എല്ലാവരും ദൈവ ഭാഗത്തൊന്നും ആയിരിക്കത്തില്ല, അവരുടെ പേരും ഏലായിൽ തന്നെ ആയിരിക്കും. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവത്തോട് കൂടുതൽ അടുത്ത് വന്നപ്പം ഒരു വചനം എന്നെ ഒരു 24 വയസ്സ് മുതലേ സ്ട്രൈക്ക് ചെയ്തായിരുന്നു. നിങ്ങൾ ജനിച്ചത് മാംസരക്തത്തിൽ നിന്നോ ഒന്നുമല്ല, ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ അപ്പൻ ആരാ? കർത്താവാണ്. അപ്പോൾ നമ്മുടെ പേരിൻ്റെ ബാക്കി ആര് വരണം? കർത്താവ് വരണം. ഇതുകൊണ്ടാണ് ഇട്ടത്. ആ ദൈവത്തോടുള്ള, കാരണം ഈ ദൈവമാണ് പിന്നെ എന്നെ ഇത്രയും അനുഗ്രഹിച്ച് ഇത്രയും ആക്കിയത്. ഈ ദൈവം ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് എന്താവുമെന്ന് എനിക്കറിയത്തില്ല. സ്വന്തം അപ്പനൊന്നും ചെയ്തില്ല, സ്വന്തം അപ്പൻ്റെ സഹോദരങ്ങളോ ബന്ധുക്കളോ അവർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്കൊന്നും പറ്റിയില്ല. സ്വന്തം അമ്മയൊന്നും ചെയ്തില്ല, അവർ വളർത്തി. അപ്പനും അമ്മയും ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വളർത്തി, അവർക്ക് പറ്റുന്ന തരത്തിൽ പഠിപ്പിക്കാനൊക്കെ അത്രേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പിതാവായ ദൈവം ചെയ്തത് അതൊന്നുമല്ല. ഇന്ന് ഈ നിലയിൽ അല്ലെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പിതാവായ ദൈവമാണ്. അപ്പൊ അത് ദൈവം ആയതുകൊണ്ടും നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ മരിക്കുമ്പോഴും ആ പേര് നമ്മുടെ കൂടെ വേണം. അല്ലെങ്കിൽ നമ്മുടെ പിൻതലമുറയിൽ എന്താവും? അവർ ഈ സഹോദരൻ ചോദിച്ച ചോദ്യം ചോദിക്കണം, ഇതെങ്ങനെ ഏല് വന്നെന്നുള്ളത്. അപ്പോൾ പറയാൻ പറ്റും, അതെ, അപ്പനൊരു സുവിശേഷകനായിരുന്നു എന്ന് പറയാൻ പറ്റും.
അതുകൊണ്ടാണ് ആ സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതേ ഉയരട്ടെ, അതേ അനുഗ്രഹം പ്രാപിക്കട്ടെ. നല്ലൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചത്. ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. നല്ലൊരു ചോദ്യം. അത് ഒരുപക്ഷെ നമ്മുടെ ഇടയുടെ അകത്ത് 6.5 രൂപയ്ക്ക് അകത്തുണ്ടായിരുന്ന ചോദ്യമായിരിക്കും. അതാ ദൈവം അദ്ദേഹത്തെ കൊണ്ട് യോജിപ്പിച്ചതാണ്. ശരി. അപ്പോൾ ഈ സിസ്റ്റർ ജസ്മിയെ സംബന്ധിച്ച് ജീസസ് മീ, ജസ്മി അത് തന്നെയാണ്. അത് ഇത് തന്നെ. അല്ല അത് എന്തുകൊണ്ടാണെന്നറിയോ? മഠത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് കാത്തലിക്സിൽ മാർപ്പാപ്പന്മാർ മാറുമ്പോഴും പേര് മാറ്റും. അവർ മാറുമ്പോഴും ദൈവികമായ പേരെ അവരും ഇടത്തുള്ളൂ. അതേപോലെ തന്നെ സിസ്റ്റേഴ്സിന് പേര് മാറ്റും. എൻ്റെ പെങ്ങൾ കന്യാസ്ത്രീയാണല്ലോ. എൻ്റെ പെങ്ങളുടെ വീട്ടിലെ പേര് ഷീബ എന്നാണ്. പക്ഷേ സിസ്റ്റർ നോയലിൻ എന്നാണ് ഇപ്പോൾ ആ പേര് മാറ്റും. അവർ പേര് മാറ്റും, നോയൽ മേരി എന്നാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ടു എന്ന്. നോയൽ മേരി എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഷീബ എന്നുള്ളത് ഞങ്ങൾ വീട്ടുകാർക്ക് മാത്രമേ അറിയൂ. അത് പേര് മാറ്റിക്കള്. അതെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ദൈവത്തിൻ്റെ മകളാണ്. അവർ ദൈവത്തിൻ്റെ പേരിടും. പക്ഷെ നമ്മളെപ്പോലുള്ള സുവിശേഷകർ ഏറ്റവും കൂടുതൽ ഇടേണ്ടത് നമ്മുടെ ദൈവപിതാവിൻ്റെ വിളിപ്പേര് തന്നെ, ദൈവപിതാവിനോട് ചേരുന്ന ഏലെ, യാഹെ, എന്ത് വേണമെങ്കിലും ഇടാം. അത് ഏതെങ്കിലും ഒന്ന് ഇടണമെന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള എൻ്റെ അഭിപ്രായം. അത് തന്നെ. അപ്പോൾ ഈ കത്തോലിക്ക സിസ്റ്റേഴ്സ് എപ്പോഴും അവർ പേരിടുമ്പോൾ ഈ ജസ്മി അത് സിസ്റ്റർ ആയിരുന്ന സമയത്താണ് ജസ്മി ഇട്ടത്. അത് സ്പിരിച്വൽ രീതിയിലാണ് അത് ഇട്ടത്. അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ ചെയ്യും എല്ലാവരും. അത് ദൈവനാമത്തോട് തുലനം ചെയ്യുന്നതല്ല, മറിച്ച് കീഴ്പ്പെടുന്നതാണ്. ശരി. അതിനകത്ത് സിസ്റ്റർ ടൂറിലെ കച്ചവട കേസൊക്കെ പറയുന്നുണ്ട്. അതായത് ടൂറിലെ കച്ച ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അത് ഉടായിപ്പ. അത് വേണമെങ്കിൽ നമുക്കൊരു ദിവസം തെളിവിനായിട്ടിരിക്കാം. അതൊരു ചർച്ചയ്ക്ക് വെക്കാതിരിക്കാം. നല്ലൊരു വിഷയമാണ്. അത് പക്ക ഉടായിപ്പ. നമ്മൾ ഈ ഡാവിഞ്ചിയുടെ പടം കൊണ്ടുപോയി ആദ്യം വരുന്ന ചോദ്യം ടൂറിലെ കച്ചയാണ്. അല്ല, ലൂക്ക പടം വരച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അതൊരു ഞാൻ ആർട്ടിസ്റ്റാണ്. ഞാനിപ്പം വേണമെങ്കിൽ മോഹൻലാലിനെ വരയ്ക്കാം. ഞാനേ എത്രയോ വർഷം ഞാൻ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തത്. ഡ്രോയിങ് ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റത്തില്ലേ. അതുകൊണ്ടാണ് ഒരു ചിത്രകാരൻ്റെ എഴുത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് ചെയ്ത്. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ഒരു മലങ്കര റീത്തിൻ്റെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ പിന്നെ തിരുവോസ്തിയിൽ പിന്നെ യേശുവിൻ്റെ രൂപം വന്നു, മുഖം തെളിഞ്ഞു വന്നു. ഞങ്ങളെല്ലാം അന്ന് തിരുവോസ്തിയിൽ താടിമുടിയുള്ള യേശുവിൻ്റെ മുഖം വന്നു. കൊട്ടാരക്കരയ്ക്ക് അടുത്താണ്. ഞാനൊക്കെ അന്ന് ഈ സഭയിലെ വചന പ്രൊഫഷനായിട്ട് നിൽക്കുന്ന സമയമാണ്. അച്ഛന്മാരുമായിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു അച്ഛനെ ഒപ്പിച്ച് പള്ളിയിലൊക്കെ ഇങ്ങനെ ധ്യാനിപ്പിച്ച് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തിരുവോസ്തിയിൽ വന്നപ്പോൾ പ്രസംഗത്തിനൊരു കാരണം കുർബാനയുടെ ക്ലാസ് ഉണ്ട് എല്ലായിടവും ചെന്നാൽ. വണ്ടി എടുത്തുകൊണ്ട് ഓടി അവിടെ ചെന്ന് അവിടെ ഭയങ്കര നേർച്ചപ്പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ക്യൂവിൽ നിന്ന് ഈ തിരുവോസ്തി ഇങ്ങനെ കാണണം, നേർച്ച ഇടണം, പോകണം. ഒരു 5 മിനിറ്റേ ടൈമുള്ളൂ. ഞാൻ ചെന്ന് കണ്ടപ്പോൾ യേശുവിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വരയ്ക്കാത്ത ആൾ വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന അല്ല, നല്ലൊരു ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ചാൽ അത് ലീക്കായാലോ. പുള്ളി എന്നെ കൊണ്ട് വരപ്പിച്ചായിരുന്നു. ഒറിജിനൽ ഈ ഡാവിഞ്ചി വരച്ച ജീസസിൻ്റെ ഇടയ്ക്ക് ഞാൻ വരച്ചാണ്. അന്നത്തെ രീതിയിൽ ആരും അറിയത്തില്ലായിരുന്നു. അവസാനം ആൾക്കാർ കൂടി ഞാൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അപ്പോഴേ മനസ്സിലായി പുള്ളി ഉടായ്പ ചെയ്തതാണെന്ന് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സഭ പറഞ്ഞ് അത് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. സഭയ്ക്കും മനസ്സിലായി. എന്താ കാരണം എന്ന് പറയും, പുള്ളി ഇത്രയും പൈസയൊക്കെ കളക്ട് ചെയ്തിട്ട് പുള്ളി ഇപ്പോൾ ആരാണെന്നറിയും, ഒരു ഹിന്ദു പെണ്ണിനെയൊക്കെ കല്യാണം കഴിച്ച് പുള്ളി ഇപ്പോൾ ജിം ഇട്ടിരിക്കുവാണ്. അച്ഛനൊന്നുമല്ല, ബോഡി ബിൽഡിങ്. ബോഡിയൊക്കെ ബിൽഡ് ചെയ്ത് സിനിമയിലൊക്കെ അഭിനയിച്ചായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് പുള്ളി പോയി. ഇങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട്. നീ എന്നിട്ട് ചൊറിയരുത്, ഞാൻ അറിയാതെ പറയും. പേര് പറയാതിരുന്നത് പിന്നെ ഞാൻ പേര് ആരുടെയും പറയത്തില്ല, ആരുടെയും വ്യക്തിപരമായിട്ട്. പിന്നെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ ഈ പറയുന്ന ആരാണെന്ന്. കൊട്ടാരക്കരക്കാർക്ക് അറിയാം, അവിടെ ഉള്ളവർക്കെല്ലാം മനസ്സിലായി കാണും ആരാണെന്നുള്ളത്. മനസ്സിലായോ? പുള്ളി മിടുക്കനായിരുന്നു. പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ ഉഗ്രനൊരു പരിപാടി ചെയ്തു പോയി. യേശു ദൈവമാണോ, അല്ലെങ്കിൽ യേശുവിൻ്റെ ദൈവത്തെ, യേശുവിൻ്റെ രണ്ടാം വരവ് ഒരു വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഇത്രയും തർക്കങ്ങളും പരസ്യമായിട്ടുള്ള അവഹേളനങ്ങളെല്ലാം വരുന്നത്. പക്ഷെ അത് ഒരുപാട് പേര് അത് മുതൽക്കൂട്ടാക്കുന്നു. ചില സോഷ്യൽ മീഡിയയിൽ ചില ചാനലുകൾ, എനിക്ക് തോന്നുന്നു ചില ന്യൂസ് ചാനലുകൾ പോലും ഇത് മുതൽക്കൂട്ടാക്കുന്നുണ്ട്. എന്ത്
ഈ കുർബാന തർക്കങ്ങൾ ഇപ്പൊ എറണാകുളത്ത് നടക്കുന്ന തർക്കമൊക്കെ ഉണ്ടല്ലോ, ഈ തർക്കത്തിൽ അത് മീഡിയ വണ്ണൊക്കെയാണ്. മീഡിയ വൺ അവരത് ചെയ്യും. കാരണം ഇത് ചെയ്താല ഇങ്ങനെയാണല്ലോ എംബർ ഇമ്മാനുവലും വളർന്നത്. അതെ അതെ. ഈ ഇങ്ങനെയുള്ള വിഷയം ഉണ്ടാക്കുമ്പോഴാണ് ഇവരറിയുന്നില്ല, സഭയിൽ നിന്ന് ആൾക്കാർ പൊയ്ക്കൊണ്ടേയിരിക്കുക. നമുക്കറിയാം, നമുക്ക് മനസ്സിലാവും, അറിയാം. നമ്മുടെ അടുത്ത് ഇങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ. അത് നല്ല ആൾക്കാരാണ് പോകുന്നത്. ഇവരുടെ കൂടെ നിൽക്കുന്നതെല്ലാം രാത്രി വെള്ളം അടിച്ച് ഇത് ഇവർക്ക് കുറേ കഴിയുമ്പോൾ യൂറോപ്പിലെ പള്ളികൾ അടച്ചിട്ടാണൊക്കെ ഇവിടെ അടച്ചിടുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവാൻ പോകുന്നത്. അന്നേരമാണ് ഇവർക്ക് വെളിവുണ്ടാവാൻ പോകുന്നത്. ഇവർ ഈ ചർച്ചിനെ ക്ലബ്ബാക്കി ഈ വിശ്വാസം ഇല്ലാത്തവരെയൊക്കെ ഇവർ മാറ്റി നല്ല പവർഫുൾ വിശ്വാസമുള്ളവരെ ഇതിൻ്റെ അകത്ത് പ്രവർത്തിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. പവർഫുൾ ക്രിസ്തുവിനെ ജനങ്ങളുടെ ഇടയിലേക്ക് അവർ പ്രാർത്ഥിക്കുമ്പോൾ, മോശയെ പോലെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ശക്തരായ സുവിശേഷകർ ഇവർ ഇതിനോടകത്ത് വെച്ച് ജനങ്ങളിലേക്ക് ഇറക്കിയില്ലെങ്കിൽ ഇത് വലിയ അപകടത്തിലേക്ക് പോകും. ഇവരെ ഇങ്ങനെ ലോകകൾ മാത്രമേ വചനം പറയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തണ്ടും കാണിച്ചുകൊണ്ടിരുന്ന അവിടെ ഇരിക്കത്തേ ഉള്ളൂ. വിശ്വാസമുള്ളവരും ദൈവ സ്പർശനമേറ്റവരൊക്കെയാണ് ദൈവത്തെ പ്രഘോഷിക്കേണ്ടത് ആക്ച്വലി. പിന്നെ യേശുവിന് ആ ദിവസത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ വചനം അറിയാമോ? അങ്ങനെ ഒരു ചോദ്യം സ്ഥിരം വരുന്നതാണ്. മത്തായി 24:36. യേശുവിന് ആ ദിവസത്തെക്കുറിച്ച് ദൂതന്മാർക്കോ മനുഷ്യപുത്രനോ അറിയത്തില്ല. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. പുത്രന് പോലുമോ? യേശുവിനും അറിയത്തില്ല. യേശുവിനെ അറിയത്തില്ല. അപ്പൊ യേശു എങ്ങനെ ദൈവമാവും? അതെ, യേശു ദൈവമാണെങ്കിൽ പുള്ളിക്ക് ഒരു ബോധമില്ല. അതുകൊണ്ടാണ് ഞാൻ ദൈവമല്ല, ഞാൻ മനുഷ്യനാണ്. അത് മനസ്സിലായി, പുള്ളിക്ക് തന്നെ ബോധമില്ല. ഇതാണ് പറയുന്നത്. ന്യായമായ ക്വസ്റ്റ്യൻ അല്ലേ? തീർച്ചയായും ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് പറയുന്നത്. പ്രത്യേകിച്ച് എനിക്ക് പരിചയമുള്ള 2 പിള്ളേര് കാറ്റീസം ടീച്ചറുടെ മക്കളാണ്. ഞങ്ങളുടെ നാട്ടിലുള്ളതാ, ഞങ്ങളുടെ അടുത്തുള്ളതാ. കാറ്റീസം, അതായത് പിതാവും മാതാവും കാറ്റീസം പഠിപ്പിക്കുന്നവരാണ്. പക്ഷേ മക്കളിപ്പോ ഒരാള്, ഞാൻ ആ പേര് പറയുന്നത് കുഴപ്പമില്ലാതെയായിരിക്കും, മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പോയി അങ്ങോട്ട് പോയി. 2 മക്കളും, അതായത് ആകെ 2 ആമക്കളേ ഉള്ളൂ. ഈ 2 ആമക്കളും ആ വിശ്വാസത്തിലേക്ക് കടന്നുപോയി. ഒരാൾ ആ വിശ്വാസത്തിൽ പോയി വിവാഹം കഴിച്ചു. ഇന്ന് ആ നാട്ടിലുള്ള യുവാക്കളെ എങ്ങനെയെങ്കിലും ഈ വിശ്വാസം തകർക്കുക, അതായത് ക്രിസ്തീയ വിശ്വാസം തകർക്കുക. പക്ഷേ അവിടെയുള്ള സഭാധികാരികൾ ഒരു വിരൽ പോലും അതിനുവേണ്ടി അനക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ല, അവരെ സംബന്ധിച്ച് ഈ പുള്ളി മാന്യനായ മനുഷ്യനാണ്. ഏതാ ജീസസ്. അപ്പം എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. ഈ പയ്യൻ ചെയ്യുന്നൊരു പ്രവൃത്തി, അതായത് അവിടെയുള്ള കല്യാണങ്ങളോ പരിപാടിയൊക്കെ വരുമ്പോൾ ഒരു ടാബ് കൊണ്ടുവരും. എന്നിട്ട് ഈ ബൈബിൾ വാക്യങ്ങൾ ചോദിക്കും അവിടെയുള്ള യുവാക്കളോട്. നീ പറ, യേശു എങ്ങനെ ദൈവമോ? യേശു ദൈവം ഇങ്ങനെ പറയുന്നു, ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ പുത്രന് പോലുമോ അറിയില്ല. അതായത് നീ ആരാധിക്കുന്ന യേശുവിന് അറിയില്ല. പിന്നെ എങ്ങനെ യേശു ദൈവം? നമ്മുടെ പിള്ളേരാണല്ലോ. പക്ഷെ നമ്മുടെ ജീസസ് കൃഷ്ണൻ ഒരു കുഞ്ഞായിട്ട് അതിന് ഏറ്റുമുട്ടിയൊന്ന്. അവിടെ അവൻ വിചാരിച്ച ചിന്തകൾ കുറച്ച് മാറി അവസാനം ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അത് നടക്കത്തില്ല, ജീസസ് കൃഷ്ണനെ നടക്കത്തില്ല, അത് വേറെ വിഷയം. അപ്പം മത്തായി 24:36 ആ മണിക്കൂറോ ആ സമയം ഒന്നും അറിയത്തില്ല യേശുവിന്. അപ്പോൾ യേശുവിന് അറിവില്ല. അതേസമയം അപ്പോസ്തല പ്രവർത്തനം 1:6-7 ഞാൻ പറയുന്ന യേശുവിന് ഇവിടെ യേശുവിന് അറിവില്ല. പക്ഷെ ഇനി ഞാൻ വേറൊരു വചനം എടുത്തു തരാം. അപ്പോസ്തല പ്രവർത്തനം 1:6-7 വാക്യങ്ങളെന്ന് വായിച്ചാൽ, ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. മനസ്സിലായോ? എനിക്കറിയില്ല എന്നല്ല പറയുന്നത്, നിങ്ങൾ അറിയണ്ട. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേ ഇനി നിങ്ങൾ അങ്ങ് അറിയണ്ട. അവിടെ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞില്ല, കളർ മാറി. ദൂതനും അറിയണ്ട, നിങ്ങളും അറിയണ്ട. ആത്മാവുള്ളവർക്ക് മനസ്സിലാവും. ക്ലിയർ ആണ്. നേരത്തെ എന്താ അറിയത്തില്ലെന്ന് പറഞ്ഞത്, ഇപ്പൊ എന്താ അറിയാന്ന് പറയുന്നത്? നേരത്തെ കുഞ്ഞാടായിട്ടിരിക്കുന്നു. നേരത്തെ പെസഹ കുഞ്ഞാടാണ്. പിതാവ് പറയുന്നതേ പുത്രനുള്ള അറിയത്തുള്ളൂ. അപ്പൊ അത്ര കറക്റ്റാണ്. യേശു അഭിനയിച്ചതല്ല, സത്യമാണ്. കണ്ടോ? അതാണ് ക്രിസ്റ്റോളജിയിൽ ഞങ്ങൾ നോക്കുന്നത്. ഇതാണ്. അതാ ഞാൻ പറഞ്ഞ ഓരോ പോയിന്റിലും ജീസസിനെ വെച്ച് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞതാ. അവിടെ യേശു അറിയാമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ വിശ്വാസം പോയത്. ഞങ്ങൾ വരുന്നത് അവിടുന്ന് ഇങ്ങനെ ജീസസിലേക്കാണ്, മേളിൽ നിന്ന് ജീസസിലേക്കാണ് ക്രിസ്റ്റോളജി എന്ന് വരുന്നത്. ഈ പുറത്തു നിന്ന് നോക്കരുത്. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ
മറ്റേ പാർട്ടിക്ക് പറ്റിയ കണക്കിരിക്കും. അബദ്ധം പറ്റുമോ? ആ രീതിയിലാണല്ലോ അവർ നോക്കുന്നത്. ഇപ്പൊ കറക്റ്റ് ആയോ? ക്ലിയർ. അവിടെ കുഞ്ഞാടായി പെസക കുഞ്ഞാട് ബലിയർപ്പണത്തിന് മുമ്പ് എനിക്കിത് അറിയാം പറയാൻ പറ്റും എന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? തീർന്നു. പെസക കുഞ്ഞാട് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശു പൂർണ്ണമായും പഴയ കണക്ക് ദൈവവചനമായി മാറി. ആ പണ്ട് അബ്രാമിന് മുമ്പേ സൃഷ്ടിക്കപ്പെട്ട ആ മാംസമില്ലേ, അതായി മാറി. ഇവിടെ ഇപ്പം എല്ലാം അറിയാം. അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് പറഞ്ഞ് നിങ്ങളത് അറിയണ്ട. ആ ദിവസമോ ആ മണിക്കൂറിനെ കുറിച്ചോ നിങ്ങൾ അറിയണ്ട. അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്തിൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ അറിയണ്ട. അപ്പോൾ അവിടെ നിങ്ങൾ അറിയേണ്ടെന്നായി. അവിടെ പുത്രനെ അറിയത്തില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. കറക്റ്റായിട്ട് പറഞ്ഞു നിങ്ങൾ അറിയണ്ടെന്ന് പറഞ്ഞു. ഇവർ അർത്ഥം പിടികിട്ടിയോ? ക്ലിയർ ആണ്. ക്രിസ്ത്യാനികൾക്ക് ഇത് മതി, മനസ്സിലാവും. വചനം കുറച്ചെങ്കിലും വചനം ആഗ്രഹിക്കുന്നവർക്ക് ഇത് ക്ലിയർ ആണ്. ഇത് മതി, അങ്ങനെയാകാവൂ. നേരത്തെ യേശു ഒരു സൈഡിൽ പറയാണ്, എനിക്ക് പിതാവ് പറയുന്നത് മാത്രമേ അറിയത്തുള്ളൂ, ചെയ്യുന്നത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. ഇപ്പം പിതാവ് അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇവരോട് പറയാൻ പാടില്ല, കാരണം കള്ളനെ പോലെ വേണം വരാൻ. ഇവരോട് പറയണ്ട, മനസ്സിലായോ? അത് ഗൈഡ് ചെയ്താ. ജീസസും അത് ഗൈഡ് ചെയ്തു. പിതാവിൻ്റെ മൈൻഡ് തന്നെ ജീസസിന്, അതുകൊണ്ടാണ് ഗൈഡ് ചെയ്തത്. പിതാവ് എന്താണോ അത് തന്നെ ജീസസ്, സെയിം തന്നെയാണ്. അതുകൊണ്ട് മാറ്റമില്ല. അതാണ് ഇവിടെ നിങ്ങളിപ്പോൾ അറിയേണ്ടതെന്ന് പറഞ്ഞത്. ഇവർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും, എൻ്റെ യേശു ഒരിക്കലും നുണ പറയത്തില്ല. അപ്പൊ യേശു നുണ പറഞ്ഞതല്ല, പുത്രനെ അറിയില്ല എന്ന് പറഞ്ഞത് നുണയല്ല. അല്ല. അപ്പൊ ഈ രീതിയിൽ വെക്കുമ്പോൾ നുണയല്ല, ക്ലിയറാണ്. അല്ല, അവിടെ പെസക കുഞ്ഞാടായി വന്നില്ലല്ലോ, വന്ന് അറക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. അതെ. ഇനി ഉയർത്തെഴുന്നേറ്റ ആള് പിന്നെ ഈ പഴയ ദാസരൂപനാണെന്ന് വിചാരിക്കരുത്. ആള് ജയിച്ചെഴുന്നേറ്റ ആളാണ്. ആണ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, ദാസനായി ക്രൂശ് മരണം വരെ, അത്രേ ഉള്ളൂ. മരണം വരെ ഉള്ളൂ. ഇതല്ല. അത് കഴിഞ്ഞാൽ അറിവുള്ളവനാണ്, സർവ്വാധികാരമുള്ളവനാണ്. അതായത് കുഞ്ഞാടിന്റെ ശുശ്രൂഷ കഴിഞ്ഞു, ബലിയർപ്പണം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നമുക്ക് ഏകദേശം മനസ്സിലാക്കണം നമുക്ക്. അതുകൊണ്ട് അപ്പം ഇനി അടുത്തത് ഒരു ഇതുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ ജീസസിനെ കുറിച്ച്? വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? അതായത് വേറൊന്നും ഞാൻ ജസ്റ്റിന് പറഞ്ഞുതരാം. യേശു പറയുന്നുണ്ട്, ഒരുവൻ മാത്രമേ നല്ലവനുള്ളൂ. നല്ലവനായ ഒരുവൻ മാത്രമേ. മാർക്കോസ് 10:17-22. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഓടി വന്ന് ഒരുവൻ മുൻപിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു. ചോദിച്ചത്? അതെ, ഗുരു എന്നാണ് വിളിച്ചത്. യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നു? ദൈവം ഒരുവനല്ലോ, നല്ലവനായി ആരും ഇല്ല. ദൈവൻ ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. അപ്പൊ അതിൻ്റെ അകത്ത് യേശുവില്ല. എടാ, ദൈവം ഒരുവനേ ഉള്ളു നല്ലവൻ. അല്ലേ? ഒന്നുകൂടെ പറഞ്ഞ ആ വചനം ഒന്നും കൂടെ വെച്ചു. യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവൻ ഒരുവനല്ലാതെ നല്ലവനായി ആരും. നീ എന്നെ എന്തിനാടാ വിളിക്കുന്നത്? ദൈവം മാത്രമേ ഉള്ളൂ നല്ലവൻ. നീ എന്നെ എന്തിനാ വിളിക്കുന്നത്? അപ്പൊ യേശു നല്ലവനാണ്. അപ്പൊ യേശുവിലും പാപമുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു എങ്ങനെ ദൈവമാവും? മാർക്കോസ് നമ്മളിപ്പോൾ വായിച്ചത് മാർക്കോസ് 10:17 വായിച്ചത്. ഇതിൻ്റെ അകത്ത് എല്ലാവരും പാപികൾ, ഭൂമിയിലുള്ള സകലരും പാപികൾ എന്നും വചനത്തിലുണ്ട്. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഏകദേശം പറയാം. ഇപ്പം പാപമില്ലാത്തത് ആരാണ്? ദൈവം മാത്രമാണ്. അത് ഫിക്സ് ചെയ്യാമോ? സമ്മതിച്ചോ? ക്ലിയർ ആണ്. ഉറപ്പായിട്ടും ദൈവത്തിൽ പാപമില്ല. ദൈവത്തിൽ പാപമില്ലല്ലോ, ഉറപ്പാണ്. ബാക്കി മനുഷ്യനാണെങ്കിലോ പാപമുണ്ട്. സമ്മതിച്ചോ? പിന്നെ വാക്ക് മാറരുത്. എന്നാ ശരി. യോഹന്നാൻ 8:46. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? യേശു അവരോട് ചോദിക്കുക, ഒറ്റ ലോകത്തെ വെല്ലുവിളിക്കുക, ഒരു പാപം എന്നിൽ തെളിയിച്ചു തരാമോ? നിങ്ങളിൽ ആർക്കെങ്കിലും, ഒരാൾക്കെങ്കിലും. അപ്പം യേശു പറഞ്ഞ ആ വചനവും ഇതുമായിട്ടൊന്ന് കുട്ടി ചോദിച്ചു. യേശുവിൽ പാപമില്ല. പാപമില്ലെങ്കിൽ ദൈവമാണ്. 100%. 2 കൊരിന്തോസ് 5:21 വാക്യം. 2 കൊരിന്തോസ് 5:21 വാക്യം വായിക്കാമോ? യേശു എന്നിലൊരു പാവം പോലും ഇല്ലെന്നുള്ള നമുക്കിപ്പോൾ അത്യാവശ്യമുള്ള വചനങ്ങളാണ് എടുത്തു പോകുന്നത്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ക്ലിയർ.
അവനിൽ പാപമില്ല. പാപമില്ല. പാപം അറിയാത്തവനാണ് അവൻ. പാപമില്ലെങ്കിൽ നേരത്തെ ഡെസ്റ്റിന് സമ്മതിച്ചത് ദൈവമാണ്. യേശുവും പറയുന്നു പാപമില്ലെങ്കിൽ ദൈവം. അതുകൊണ്ട് അവനോട് പറഞ്ഞത്, നീ എന്നെ നല്ലവനെന്ന് പറയുമ്പോൾ യേശുവിനെ ആരായിട്ടാണ് കാണുന്നത്? ശാസ്ത്രിമാരുടെ കൂട്ടത്തിലോ ഫരിസേന്റെ കൂട്ടത്തിലോ. ആ വാക്കാണ്, ഫരിസേനെ ശാസ്ത്രിമാരെ വിളിക്കുന്ന വാക്കാണ് നല്ലവൻ. ആ രീതി ചിന്തിച്ചിട്ട് മുട്ടുമ്മയെ നിന്നിട്ടാണ് വിളിച്ചത്. അപ്പോഴാ പറഞ്ഞടാ നല്ലവൻ എന്ന് നീ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്? ദൈവം മാത്രമാണ് നല്ലവൻ. അപ്പൊ നീ എന്നിൽ പാപം കണ്ടിട്ടില്ലെങ്കിൽ നിനക്ക് എന്നെ കാണാൻ പറ്റും, ഞാൻ ആരാണെന്നുള്ളത് മനസ്സിലാവും. ആരാണെന്ന് യേശുവിൻ്റെ എല്ലാ ആത്മീയ ചിന്തകളാണ്. നമ്മൾ ഒരു വേഡ്സ് വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. തോട്ട് ടു തോട്ട് ആണ് യേശുവിൻ്റെ എല്ലാം. യേശുവിൻ്റെ സ്പിരിച്വൽ വേഡ്സാണ് മൊത്തം. അത് ഒത്തിരി തെളിവുകൾ നമുക്ക് സ്പിരിച്വൽ വേഡ്സിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇത്രയും കേട്ടിട്ടും നമുക്ക് എന്താ തോന്നുന്നത്? ഇനി നമ്മുടെ ഭാഗത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ യേശു ദൈവമല്ലെന്നുള്ളത്? ഇല്ല, നമുക്ക് എനിക്ക് തോന്നുന്നു ജീസസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞൊരു യോഹന്നാൻ 17:1 എടുക്കാം. ഞാൻ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. എന്തായാലും നമുക്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം നിർത്താം. യോഹന്നാൻ 17:1 എടുത്തു കൊടുക്കുക. ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇത്രയും പറഞ്ഞതിന് ശേഷം കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. പിതാവേ, സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്. ഇവിടെ പെസഹ കുഞ്ഞാടാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ, ദാസനാണ് പ്രാർത്ഥിക്കുന്നത്. അതെ, പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അതായത് ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയമായിരിക്കുന്നു, പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഇനി ബാക്കി വായിച്ചോ. എന്തെന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവരെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവന് അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. ഒന്ന്, നിത്യജീവൻ നൽകുന്നത് ആർക്കാണ് സാധിക്കുന്നത്? എന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടത്. യേശുവാണ് നിത്യജീവൻ നൽകുന്നത്. പോയിന്റ് മനസ്സിലായോ? ഇനി അടുത്തത് വായിച്ചോ. ദൈവമാണ് നിത്യജീവൻ നൽകാൻ പറ്റുന്നത്. അടുത്ത വായിച്ചോ. ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അയച്ച പെസഹ കുഞ്ഞാടായിട്ട് കാണാം നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിന്റെ വ്യവസ്ഥ അനുസരിച്ച്. അതുകൊണ്ടാണ് അയച്ചത് എന്നുള്ള വാക്ക് വരുന്നത്. മനസ്സിലായോ? ജയിച്ചു കഴിഞ്ഞപ്പോൾ അതല്ല, അയച്ചത് എന്ന വാക്ക്. അത് കഴിഞ്ഞ് അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഈ അയച്ചവനെ കറക്റ്റായിട്ട് ആർക്കാണോ മനസ്സിലാവുന്നത്, അയാൾ നല്ലൊരു മഹാനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്ന ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ, അവർക്ക് നിത്യജീവനില്ല. അതെല്ലാ വിശ്വാസികളും ശ്രദ്ധിച്ചോണം. അങ്ങനെ നിങ്ങളെ ആരെങ്കിലും പേഴ്സണൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യജീവനില്ലാത്ത പാപികൾ, രഹസ്യ പാപം ചെയ്യുന്നവന്മാരുടെ ഉപദേശമാണത്. അത് അവന്മാരുടെ വഴിക്കങ്ങ് വിട്ടേക്കുക. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവർ നിത്യജീവൻ വേണമെങ്കിൽ ആദ്യം നിങ്ങൾ കുഞ്ഞാടിനെ പഠിക്കണം. എന്താണ് തിരിച്ചും മറിച്ചുമായി പഠിക്കുക. അറിയത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ 2 or 3 പ്രാവശ്യം ഇട്ട് കേട്ട് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കണ്ടോ, അനാദികാലം മുമ്പേ പിതാവിനോടൊപ്പം എന്നുള്ള വാക്കുണ്ട്. അതൊന്ന് വായിക്കാമോ? അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുൻപ്, അതാണ് അനാദികാലം മുമ്പ്. അതെ, അനാദികാലം മുമ്പേ എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ, അനാദികാലം മുമ്പേ ലോകങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ഞാൻ അവിടുത്തോടു കൂടി മഹത്വത്തിൽ, വചനമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അവിടുത്തോടു കൂടി ഉണ്ടായിരുന്ന മഹത്വം. അതായത് 17 നമ്മൾ വായിച്ചതിപ്പോൾ 5 5 ഞാൻ സത്യവേദപുസ്തകത്തിൽ വായിക്കാം. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. എന്ന് പറഞ്ഞാൽ അതേ പവർ തന്നെ, സൃഷ്ടിക്കെല്ലാം അതേ പവർ തന്നെ എനിക്കിപ്പോൾ കിട്ടണം. ദാസരൂപം എടുത്തത് കാരണമാണ് ആ പ്രയർ വന്നത്. അതുകൊണ്ടാണ് യേശുവിനെ പിടിക്കാൻ ആൾക്കാർ വന്നപ്പോൾ തെറിച്ചു പോയത്. അതാ ഒരു നിമിഷം ഒന്ന് മാറിയാൽ. അതുകൊണ്ട് പീലാത്തോസിൻ്റെ അടുത്ത് മുമ്പിൽ വരുന്നത്, ഞാൻ എന്നെ വിട്ട് നിന്റെ മുമ്പിൽ നിർത്തിയതാ, ഞാനെന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് കെരുവുകൾ ഇറങ്ങി വരും എന്ന് പറഞ്ഞത് കണ്ടില്ലേ? എന്റെ മേൽ നിനക്കൊരു അധികാരവും ഒരു അധികാരവും ഇല്ലെന്ന് പറയുന്നുണ്ട്. ഞാൻ നൽകിയതല്ലാതെ ഒന്നും. അങ്ങനെ എന്തെല്ലാം വായിച്ചാലേ. യോഹന്നാൻ 1:14 വായിച്ചു നോക്കാമോ?
യോഹന്നാൻ 1:14 1:1 അറിയാലോ, ഉവ്വ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം വചനം ദൈവത്തോടുകൂടിയായിരുന്നു. വചനം ദൈവം അത് അതിൽ തന്നെ യോഹന്നാൻ പറയുന്നത് വചനം തന്നെയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ ആ വസിച്ചു, വചനം മാംസമായി നമ്മുടെ, വളരെ ക്ലിയർ. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞ പിതാവിന്റെ ഏകജാതന്റേതായ മഹത്വം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്രയും ക്ലിയർ ആയി കാണുമെന്ന് തോന്നുന്നു അല്ലേ? യേശു ക്രിസ്തുവിൽ നിന്ന് അകലുന്ന ഒരു കാര്യത്തിലും ദൈവമക്കളെ നിങ്ങൾ ഉൾപ്പെടരുത്. നിങ്ങൾ ബഹുമാനിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നവർ ഒക്കെ വീണേക്കാം. അവരൊക്കെ പല മറ്റു മതങ്ങളിലെ ദൈവങ്ങളെ വലുതാണെന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കാം. കാരണം നിങ്ങളെപ്പോഴും ഓർക്കേണ്ടത് അവരും ഒരു മാതാവിനും പിതാവിനും, ഏതോ ഒരു കുടുംബത്തിലെ മാതാവിനും പിതാവിനും ജനിച്ച ഒരാളാണ്. അയാളാണോ നിങ്ങളുടെ വിശ്വാസത്തെ വഴി തെറ്റിക്കാൻ വരേണ്ടത്? അത്രമാത്രം ചിന്തിച്ചാൽ മതി. ഞങ്ങളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങേരാരാ നമ്മുടെ വിശ്വാസത്തെ? നമ്മുടെ അപ്പനും നമ്മുടെ അമ്മയും, അപ്പൻ എന്ന് പറയുന്നത് ദൈവമാണ്, അമ്മ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. ഇത് ആദിമസഭയുടെ മുദ്രാവാക്യമായിരുന്നു. അമ്മ എന്ന് പറയുന്നത് വിശ്വാസം. നമ്മൾ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തെയാണ് അമ്മയായിട്ട് നമ്മുടെ രക്തസാക്ഷികളായിട്ടുള്ള ജസ്റ്റിനും അതുപോലെ തന്നെ സിപ്രിയനും പിതാവും ഒക്കെ കണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. അമ്മയെ വിശ്വാസമായിട്ട് എടുത്തിരുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിനെ പിതാവായും അതേപോലെ തന്നെ വിശ്വാസം, നിങ്ങളുടെ സ്വന്തം ക്രിസ്തീയ വിശ്വാസം നിങ്ങളുടെ അമ്മയായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.